ഇരുമ്പപ്പെട്ടി മുട്ടിക്കൽ പുഴയിൽ നിർമ്മിച്ച താൽക്കാലിക തടയണ തകർന്നു. വാഴാനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്നാണ് തടയണ തകർന്നത്. ആവശ്യമായ ബലത്തിൽ പണിയാതിരുന്നതാണ് തടയണ തകരാൻ കാരണമെന്ന് വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ട് പറഞ്ഞു. വടക്കാഞ്ചേരി പുഴയിലെ എരുമപ്പെട്ടി മുട്ടിക്കൽ ചിറപാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് മണ്ണ് നിറച്ച ചാക്കുകൾ ഉപയോഗിച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ചത്. കഴിഞ്ഞ ദിവസം നിർമ്മിച്ച തടയണ 24 മണിക്കൂറാകുമ്പോഴേക്കും തകർന്നു. വാഴാനി ഡാമിൽ നിന്നും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസം പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നു. ഈ വെള്ളം ഒഴുകിയെത്തിയതിനെ തുടർന്നാണ് തടയണ തകർന്നത്. വേണ്ടത്ര ഉറപ്പിൽ പണിയാതിരുന്നതാണ് തടയണ തകരാൻ കാരണമായതെന്ന് വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ട് പറഞ്ഞു. നിർമ്മാണം നടത്തുന്ന സമയത്തു തന്നെ വെള്ളം തുറന്നുവിട്ടാൽ തടയണ തകരാൻ സാധ്യതയുണ്ടെന്നും ആവശ്യമായ ഉറപ്പിൽ നിർമ്മിക്കണമെന്നും ഇറിഗേഷൻ വകുപ്പിലും നിർമ്മാണം നിർവഹിക്കുന്ന കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതരോടും ആവശ്യപ്പെട്ടിട്ടും ഇത് അവഗണിച്ചെന്നും വാർഡ് മെമ്പർ പറയുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ അടുത്ത് കാണുന്ന മുട്ടിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പണി തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മൺബണ്ട് ഇവിടെ നിർമ്മിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ബണ്ട് നിർമ്മിക്കുന്നതിന്റെ ഒരാഴ്ച മുൻപ് ഇവിടെ വളരെ നേരമായിട്ടുള്ള ഇതിന്റെ മുകളിൽ അപ്സ്ട്രീമിലുള്ള ഏകദേശം 400-ലധികം കുടുംബങ്ങൾക്ക് ഈ വെള്ളത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് കിണറിൽ ജലം ലഭിക്കുന്നത്. കൃഷിയുടെ കാര്യം പോട്ടെ, മിനിമം കുടിവെള്ളം കൂടി വേണമെങ്കിൽ ലഭിക്കണമെങ്കിൽ ഇവിടെ വെള്ളം നിൽക്കണം. ആ ഒരു സമയത്ത് ഒരു നാരോ ബണ്ട് നിർമ്മിച്ചപ്പോൾ ഇവിടെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അടുത്തും അതുപോലെ തന്നെ കിറ്റിന്റെ അടുത്തും എല്ലാം അതിന്റെ സീരിയസ്നെസ് ഇതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതായിരുന്നു. എന്നിട്ടും അവർ നിർമ്മിച്ചൊരു ബണ്ടിന്റെ അവസ്ഥയാണ് കാണുന്നത്. വെള്ളം തടഞ്ഞു നിർത്തുന്നതിനായി നിലവിലുണ്ടായിരുന്ന തീർപ്പുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തുമാറ്റിയിരിക്കുകയാണ്. ഇതിന് ബദലായി കൂടിയാണ് താൽക്കാലിക തടയണ നിർമ്മിച്ചത്. തടയണ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ചില്ലെങ്കിൽ 400-ലധികം കുടുംബങ്ങൾക്ക് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടും. വേനൽ കൃഷിക്കും വെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ടാകും. എത്രയും പെട്ടെന്ന് തടയണ ഉറപ്പിൽ പുനർനിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഫ്രിജോ വടക്കൂട്ട് അറിയിച്ചു. അപ്പം ഞാൻ ഇവരുടെ കോൺട്രാക്ടറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് വെള്ളം വിടുന്ന സമയം അറിയായിരുന്നില്ല, പിന്നെ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. വളരെ ബാലിശമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് അവർ അറിഞ്ഞില്ലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് അതുപോലെ തന്നെ കിറ്റിന്റെ അടുത്ത് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിരുന്നതാണ്. പക്ഷെ എന്നിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് വളരെ ദൗർഭാഗ്യകരമാണ്. എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ പണി പുനരാരംഭിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് വരുന്നത് മാത്രം അറിയിക്കുകയാണ്.